24 നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റി. 24 ഡേറ്റ് ഇട്ടിട്ട് 3 പേര് പ്രധാനപ്പെട്ട HA ഉൾപ്പെടെയുള്ളവര് JHA ഉൾപ്പെടെയുള്ളവര് ഒപ്പിട്ടിട്ട് വീട്ടിൽ പോയേക്കാം. അവർ മറ്റേ പൊതുമാർക്കറ്റ് ശുചീകരിക്കാൻ പോയേക്കെന്ന് പറയണം. അവരേക്ക് ഉടനടി ഇതിനകത്ത് നടപടി. ഇവിടെ ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും എവിടെ പോകുന്നത് എന്താണ് എന്നുള്ള പരിശോധന കൃത്യമായി ഇവിടെ നടത്തേണ്ടത്. അവസ്ഥ പോയേക്കാം. 22 ഡേറ്റില് 24-ാം തീയതി പുറത്തു പോയേക്കാണ്. 24-ാം തീയതി പുറത്തു പോയേക്കാണ്. നോക്ക് സൈമോള് ഉത്തരവാദിത്തപ്പെട്ടവരാരുമില്ല. ഞങ്ങളിവിടെ മൂവ്മെന്റ് 24-ാം തീയതി 22-ാം തീയതി 24-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് ഇവിടെ ഒപ്പിട്ടിട്ട് പോയേക്കാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. ഇത്രയും പേര് ഇവിടെ മരിച്ചത് എന്ത് കെടുകാര്യസ്ഥതയുള്ള ഈ കേരളത്തിനകത്ത് ഇങ്ങനത്തെ ഒരു നഗരസഭ ഉണ്ടാവും. ഇത്രയധികം വരുമാനമുള്ള ഒരു നഗരസഭ, ഇത്രയും അലംഭാവമുള്ള ഒരു നഗരസഭ. ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ സമരം നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാ ജോലിക്ക് കയറിയേക്കുന്ന സൂപ്രണ്ട്, ബാക്കി എല്ലാവരും ലീവിലാണ്. ആ സമരം നമ്മൾ ഇന്നിപ്പോ ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ സമരത്തിന്റെ ആവശ്യം. ഇതാണ് സമരത്തെ നടത്താനായിട്ട് അടിയന്തരമായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥര്, അതായത് ഇവിടുത്തെ ഡേറ്റ് പറഞ്ഞാൽ 24-ാം തീയതി ആ ഫോട്ടോ എടുത്ത ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് രേഖാമൂലം കൊടുക്കും. നിങ്ങൾ പറയുന്നത് അതെന്താന്ന് അല്ല കാര്യം ഇത് ഞങ്ങൾ പറയണമെന്ന് വെച്ചാലേ 130 പേർക്ക് ഇവിടെ ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ട്. 2 പേര് മരണപ്പെട്ട്. ഇതിനെന്താണ് നഗരസഭ സ്വീകരിച്ചിട്ടുള്ള നടപടി എന്നുള്ള ഞങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കളമശ്ശേരി നഗരസഭ അമ്പേ പരാജയമാണ്. അതിനകത്ത് എന്താണ് ഇതിന് പരിഹാരം? രാജിവെച്ചേ പുറത്തു പോകും.